Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പീഡാനുഭവ വെള്ളിയാണിന്ന്. മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ മനുഷ്യരായ നമുക്ക് വേണ്ടി ദൈവമായ ഈശോ മിശിഹ സഹിച്ചതിൻ്റെയും മരിച്ചതിൻ്റെയും ഓർമ്മയാണല്ലോ ഈ പീഡാനുഭവ വെള്ളിയിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ ദുഃഖവെള്ളി എന്ന് പറയാറുണ്ടെങ്കിലും ഇതത്ര ദുഃഖത്തിൻ്റെ വെള്ളിയല്ല. നമ്മെ സംബന്ധിച്ച് നമുക്ക് ദൈവമായ മിശിഹ തൻ്റെ സഹനത്തിലൂടെ രക്ഷ നേടിത്തന്നതിൻ്റെ, നമ്മോടുള്ള സ്നേഹം, പിതാവായ ദൈവം മനുഷ്യരായ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയതിൻ്റെ ദിവസമാണിന്ന്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. അതുകൊണ്ടാകണം. പീഡാനുഭവം, മിശിഹായുടെ പീഡാനുഭവം പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയുടെ അടിസ്ഥാനമാണ്. ഇന്നലെ നമ്മൾ ഈശോയുടെ അന്ത്യത്താഴവും പരിശുദ്ധ കുർബാന സ്ഥാപിക്കലുമെല്ലാം നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി. അന്ത്യത്താഴവേളയിൽ നിന്ന് സൈത്ത് മലയിലേക്ക് ഈശോ പോകുമ്പോൾ 3 പ്രവചനങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, തൻ്റെ സഹന മരണ ഉത്ഥാനങ്ങളെക്കുറിച്ചുള്ള പ്രവചനമാണ്. പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അവിടുന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഇടയൻ അടിക്കപ്പെടുമ്പോൾ ആടുകൾ ചിതറും, ശിഷ്യന്മാർ ഗുരുവായ ഈശോ ബന്ധനസ്ഥനാകുമ്പോൾ, അവിടുന്ന് മരണത്തിന് വിധിക്കപ്പെടുമ്പോൾ അവിടുത്തെ അനുഗമിച്ചിരുന്ന ശിഷ്യന്മാരെല്ലാവരും ചിതറിക്കപ്പെടും. എന്നാൽ അതുകൊണ്ട് നിരാശപ്പെടരുത്, അവരെല്ലാം ഉത്ഥാനത്തിന് ശേഷം ഒന്നിച്ചു ചേർക്കപ്പെടുമെന്നുള്ള വാഗ്ദാനം ഈശോ നൽകുന്നുണ്ട്. മൂന്നാമത്, പത്രോസിന്റെ തള്ളിപ്പറയലിനെ കുറിച്ചുള്ള പ്രവചനമാണ്. പത്രോസ് അവിടെ പറയുന്നുണ്ട്, എല്ലാവരും ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കോഴി കൂവുന്നതിന് മുൻപ്, പ്രഭാതമാകുന്നതിന് മുൻപ് പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞിരിക്കും എന്നുള്ള കാര്യം അസന്നിഗ്ധമായ ഭാഷയിൽ ഈശോ വ്യക്തമാക്കുന്നുമുണ്ട്. അപ്പോൾ ഈ 3 പ്രവചനങ്ങൾക്ക് ശേഷം ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് പിതാവായ ദൈവവുമായി തൻ്റെ തീരുമാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് പോവുകയാണ്. ഈ പ്രാർത്ഥനയ്ക്കായിട്ട് ഈശോ നീങ്ങുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരായ 3 ശിഷ്യന്മാരെ, ശ്ലീഹന്മാരിൽ ഈശോയുടെ ജീവിതത്തിൽ പ്രധാന സംഭവങ്ങളിലെല്ലാം കൂടെ ഉണ്ടായിരുന്ന 3 പേരെ കൂടെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ആദ്യ ശിഷ്യന്മാരായ പത്രോസും യാക്കോബും യോഹന്നാനുമാണ്. ജൈറോസിന്റെ മകളെ ഉയർപ്പിക്കുമ്പോഴും ഈശോയുടെ രൂപാന്തരീകരണ വേളയിലുമെല്ലാം ഇവർ ഈശോയുടെ കൂടെയുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇവരെയും കൂട്ടിക്കൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കുവാനായി പോകുന്നത്. പക്ഷേ പ്രാർത്ഥനയ്ക്കായിട്ട് പോകുമ്പോൾ ഒരല്പം കൂടി ഇവരിൽ നിന്ന് വീണ്ടും മാറി നിന്ന് ഒരല്പം അകലെയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. ഒരല്പം മാത്രം അകലെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് സഭാപിതാക്കന്മാർ പറയും, അവിടുന്ന് മാറി നിന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ശിഷ്യന്മാർക്ക് സാക്ഷ്യം നൽകുന്നതിന് വേണ്ടിയാണ്. അതായത് ഈശോയുടെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യത്തിനും അവർ സാക്ഷികളാകാതെ പോകരുത്. കാരണം എല്ലാ സംഭവങ്ങൾക്കും അവർ സാക്ഷികളാകണം. അതാണ് ഈ മിശിഹായുടെ ജീവിതത്തിലെ ഓരോ സംഭവവും ശിഷ്യന്മാരുടെ പ്രഘോഷണത്തിന്റെ ഭാഗമായി തീരേണ്ടതുകൊണ്ട് അവർ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ, അനുഭവിച്ചറിഞ്ഞതായ കാര്യങ്ങളാണല്ലോ സാക്ഷ്യപ്പെടുത്തേണ്ടത്. അതുമാത്രവുമല്ല, അവരുടെ ജീവിതത്തിൽ ഈശോദാദ്, മേർവിലെ ഈശോദാദ് പറയും, എപ്രകാരമാണ് ഇങ്ങനെയുള്ള ജീവിതാവസ്ഥയിൽ, സാഹചര്യങ്ങളിൽ മാനുഷികമായി ഈശോയുടെ ശിഷ്യന്മാരും അവിടുത്തെ അനുഗമിക്കുന്നവരും പ്രതികരിക്കേണ്ടത് എന്നുള്ള മാതൃക നൽകുവാൻ വേണ്ടി കൂടിയാണെന്ന് പറയും. ഈശോ പ്രാർത്ഥിക്കുന്നത് രക്തം വിയർത്ത് പ്രാർത്ഥിച്ചുവെന്നാണ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തുക. എത്രമാത്രം തീവ്രമായ അസ്വസ്ഥത ഈശോയ്ക്കുണ്ടായി, തീവ്രമായ വേദനയുണ്ടായി, ദുഃഖപാരവശ്യമുണ്ടായി എന്നെല്ലാം വ്യക്തമാക്കുന്നതാണ് രക്തം വിയർത്തു എന്നുള്ള ആ പ്രയോഗം. ഈശോ അനുഭവിച്ച ആത്മസംഘർഷത്തിന്റെ പാരമ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാനുഷികമായ രീതിയിൽ ഈശോ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നതുകൊണ്ട് മാനുഷികമായ രീതിയിൽ അവിടുന്ന് നമ്മുടെ വേദന മുഴുവനും, തനിക്ക് വരാൻ പോകുന്ന ആ കുരിശുമരണത്തിന്റെ സഹനത്തിന്റെ വേദന മുൻപിൽ കാണുമ്പോൾ
ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെന്നാണ്, ഈ സഹനം എന്നെ കടന്നു പോകട്ടെന്നാണ്. ഏതൊരു മനുഷ്യൻ്റെയും ചിന്ത അത് തന്നെയായിരിക്കും. ആ ഘോരമായ സഹനത്തിൻ്റെ, ക്രൂരമായ പീഡനത്തിൻ്റെ രംഗം മനസ്സിൽ കാണുമ്പോൾ, മുമ്പിൽ കാണുമ്പോൾ ഏതു വിധേനയും ഇതിൽ നിന്ന് ഓടിയകരാനുള്ള മാനുഷികമായ പ്രലോഭനമുണ്ട്. ഈശോ പൂർണ്ണ മനുഷ്യനായിരുന്നതുകൊണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. പക്ഷെ അവിടുന്ന് പൂർണ്ണ ദൈവം കൂടിയായിരുന്നതുകൊണ്ട് ഉടനെ തന്നെ അവിടുന്ന് കൂട്ടിച്ചേർക്കുകയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. അവിടെ ആ ഇഷ്ടം അത് പിതാവിൻ്റെ ഇഷ്ടവും ഈശോയുടെ ഇഷ്ടവും ഒന്നാണ്. പരിശുദ്ധ ത്രിത്വത്തിന് ഒരിഷ്ടമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ പദ്ധതി ആണ്, രക്ഷാകര പദ്ധതിയാണ്, മനുഷ്യനെ സംബന്ധിച്ചുള്ള, മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടമല്ല നിൻ്റേത് നിറവേറട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടം നിറവേറട്ടെന്ന് തന്നെയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് പിതാവായ ദൈവത്തിൻ്റെ മാത്രമല്ല, പുത്രനായ ദൈവത്തിൻ്റെയും റൂഹായുടെയും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഏകദൈവത്തിൻ്റെ പദ്ധതിയാണ്, മനസ്സാണ്, ഹിതമാണ്. അപ്പോൾ അത് നിറവേറുവാനായിട്ട് ഈശോ സ്വയം സമർപ്പിക്കുന്നത്, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന രംഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ സമയത്ത് ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്ന നിർദ്ദേശമുണ്ട്. പ്രാർത്ഥിക്കുവാനായി പോകുമ്പോൾ ഉണർന്നിരിക്കുവാൻ അവിടുന്ന് ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഉണർന്നിരിക്കുവാൻ പറയുന്നത് പ്രാർത്ഥനയിലൂടെ ഉണർന്നിരിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിലുണ്ടാകുന്ന, വിശ്വാസ ജീവിതത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഉണർന്ന് പ്രാർത്ഥനയിൽ ഉണർവുള്ളവരായിരിക്കണം എന്നാണ് ഇതുകൊണ്ട് ഈശോ ഉദ്ദേശിക്കുന്നത് എന്ന് ഈശോയുടെ ഈ അവസാന മണിക്കൂറുകളെക്കുറിച്ച് വളരെ വിശദമായ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ജീസസ് ഓഫ് നസറത്ത് എന്ന ഗ്രന്ഥത്തിൻ്റെ 2ാമത്തെ വാല്യത്തിൽ പറയുന്നത്. അപ്പോൾ ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ ഈശോയെ അനുഗമിക്കുന്നവർക്കും സാധിക്കണം. ജീവിതത്തിലെ ദുഃഖ സാഹചര്യങ്ങളിൽ, ആത്മസംഘർഷത്തിൻ്റെ, തീവ്രമായ വേദനയുടെ, സഹനത്തിൻ്റെ, രോഗത്തിൻ്റെ അവസ്ഥകളിൽ നമുക്കും നിശ്ചയമായും പ്രാർത്ഥിക്കാം ഈശോയെ പോലെ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന്. പക്ഷേ നമുക്ക് കൂട്ടിച്ചേർക്കാൻ നമ്മൾ വിസ്മരിക്കരുത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. കാരണം ദൈവമാണ് നമുക്ക് നന്മയായിട്ടുള്ളത് നമ്മേക്കാൾ കൂടുതലായി അറിയുന്നത്. നന്മയായിട്ടുള്ളത് മാത്രമേ അവിടുന്ന് നമുക്ക് വേണ്ടി ഒരുക്കുകയുള്ളൂ എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. ഈശോ പ്രാർത്ഥന കഴിഞ്ഞ് തിരികെ വരുമ്പോൾ പറയുന്നു, ഇതാ മണിക്കൂർ സമയം എത്തിയിരിക്കുന്നു, ഇതാ നാഴിക വന്നു കഴിഞ്ഞു എന്ന്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു. അപ്പോൾ എത്രമാത്രം ബോധപൂർവമാണ് ഈശോ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഈശോ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാതെ യാദൃശ്ചികമായിട്ട് ഈശോയുടെ മേലെ ഈ സഹനം വന്ന് പതിക്കുകയല്ല എന്ന് നമുക്കറിയാം. ശിഷ്യന്മാരുടെ പ്രതികരണം, ഈശോയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പുരോഹിതന്മാരയച്ചിരുന്ന പടയാളികളും സൈന്യവിഭാഗവും എല്ലാം വന്നിരുമ്പോൾ, അവർ ഒരു കള്ളനെ പിടിക്കുവാനുള്ള രീതിയിൽ ഈശോയുടെ പക്കലേക്ക് വരുമ്പോൾ ഈശോയെ തിരിച്ചറിയുവാനുള്ള അടയാളമായിട്ട് ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെയായ യൂദാസ് നൽകിയിരുന്ന അടയാളം, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനെ നിങ്ങൾ ബന്ധിച്ചുകൊള്ളുക എന്നാണ്. അപ്പോൾ ഈശോ ഈ യൂദാസ് ഈശോയെ വന്ന് ചുംബിച്ചുകൊണ്ട് ഗുരോ സ്വസ്തി എന്ന് പറയുമ്പോഴും ഈശോ ചോദിക്കുന്നത്, സ്നേഹിത, നീ ഒരു ചുംബനം കൊണ്ടാണോ നിന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നതെന്നാണ്. നിർമ്മലമായ സ്നേഹത്തിൻ്റെ പ്രതീകമായ ഈ ചുംബനം ദുരുപയോഗിക്കുന്ന യൂദാസിനെയാണ് നമ്മളിവിടെ കാണുക. ഈശോ എത്രമാത്രം ഒരു പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത് പോലെ ശിഷ്യന്മാരെയും സ്ലിഹന്മാരെയും ഒന്നിച്ചു നിർത്താൻ ശ്രമിച്ചു. യൂദാസിനും എത്രയോ പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ ആ സന്ദർഭം ഇതൊന്നും മനസ്സിലാക്കുവാൻ യൂദാസിന് സാധിക്കാതെ പോയി. എങ്കിലും ഈശോ അവനെ വിളിക്കുന്നത്, സ്നേഹിത, നീ ഒരു ചുംബനം കൊണ്ടാണോ നിന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നതെന്നാണ്. കേപ്പയുടെ പ്രതികരണവും മാനുഷികമായ രീതിയിൽ തന്നെയാണ്. ഈശോയെ ബന്ധിക്കുവാനായി വരുന്നവന്റെ പടയാളിയുടെ ചെവി ഛേദിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാമെന്നാണ് പത്രോസ് കരുതുന്നത്. അവിടെയും ഈശോ അവന്റെ ചെവി, ആരുടെ ചെവി മുറിഞ്ഞുവോ ആ സൈനികന്റെ ചെവി സുഖപ്പെടുത്തിക്കൊണ്ട് അക്രമത്തെ സൗഖ്യം നൽകിക്കൊണ്ട് എതിരിടുന്ന, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്ന ഈശോയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ശത്രുവിനെതിരെ എതിർക്കരുത് എന്നും ശത്രുവിനെ സ്നേഹിക്കണമെന്നും ഗിരിപ്രഭാഷണത്തിലെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 39 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഈശോയുടെ പ്രബോധനം ശ്രവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈശോ പഠിപ്പിച്ച കാര്യം സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയായിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ചും ഇത് തന്നെയാണ്. എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഈശോ പഠിപ്പിച്ചു. അതുതന്നെയാണ് ഗെത്സമനിലെ പ്രാർത്ഥനയിൽ ഈശോ വ്യക്തമാക്കിയതും. ഒറിജൻ മഹാദൈവശാസ്ത്രജ്ഞനായിരുന്ന
ഒറിജിൻ പറയും, പത്രോസ് ചെവി ഛേദിച്ചത് നിയമം ശ്രവിച്ചിട്ട് അതിന്റെ അർത്ഥം ഗ്രഹിക്കാതിരുന്ന യഹൂദരുടെ ആ ചെവി തന്നെയാണ് ഛേദിച്ചത്, അതിന്റെ പ്രതീകമാണ് എന്ന്. ശ്രവിക്കാതിരുന്ന, അർത്ഥം ഗ്രഹിക്കാതിരുന്ന യഹൂദന്റെ ചെവിയാണ് ഛേദിച്ചത് എന്ന് പറയുന്നതായിട്ടാണ് ഒറിജിൻ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്രയം പിതാവാണ് പറയുന്നത്, അക്രമത്തെ സൗഖ്യം കൊണ്ട് ആണ് ഈശോ നേരിട്ടത്, അനുകമ്പാർദ്രമായ സ്നേഹത്തിന്റെ പ്രകാശനമാണ് നാം ഇവിടെ കാണുന്നത് എന്ന്. ഈശോയെ ഇപ്രകാരം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് 2 വിചാരണ സ്ഥലങ്ങളിലേക്കാണ്. ഏറ്റവും ആദ്യം നടക്കുന്നത് ഒരു റിലീജിയസ് ട്രയലാണ്, മതപരമായ വിചാരണയാണ്. യഹൂദ മതവിഭാഗത്തിന്റെ ഏറ്റവും ഉന്നതമായ കോടതി സമ്മേളിക്കുകയാണ്. അതിന്റെ പേര് സാൻഹെദ്രിൻ എന്നാണ്. പ്രധാന പുരോഹിതനും മറ്റു പുരോഹിതന്മാരും പ്രധാനികളും എല്ലാം ഒന്നു ചേർന്ന് ഉള്ള വലിയൊരു സംവിധാനമായിരുന്നു സാൻഹെദ്രിൻ. അപ്പോൾ ഈ സാൻഹെദ്രിൻ സംഘത്തിന്റെ മുൻപിൽ ഈശോയെ നിർത്തിയിട്ട് ഈശോയ്ക്കെതിരെ കള്ളസാക്ഷ്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആ സാക്ഷ്യങ്ങൾ തമ്മിലൊന്നും പൊരുത്തപ്പെട്ടില്ല. അവർ ഈശോയ്ക്കെതിരെ പറഞ്ഞിരുന്നത് പ്രധാനമായും ഈശോ ദേവാലയത്തെക്കുറിച്ച് ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് ഈശോ പ്രവചിച്ചിരുന്നു. അപ്പോൾ ആ ആരോപണം, പക്ഷെ അതവര് വളച്ചൊടിച്ച് ഈശോയ്ക്കെതിരെ ആരോപണമായി കൊണ്ടുവരുന്നത് ഈ ദേവാലയം ഇവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഈശോ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് ദേവാലയ ശുദ്ധീകരണ വേളയിൽ നമ്മൾ കാണുന്നുണ്ട്. 19 മുതലുള്ള വാക്യങ്ങളില്, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുവിൻ, ഞാനത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുമെന്ന് ഈശോ പറയുന്നത്. ഈശോ പറഞ്ഞത്, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുവിൻ, എന്റെ ശരീരമാകുന്ന ഈ ആലയം നിങ്ങൾ നശിപ്പിക്കുവിൻ, ഞാനത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുമെന്നാണ്. ഈശോയുടെ മരിച്ചവരിൽ ഉത്ഥാനത്തെയാണ് ഈശോ സൂചിപ്പിച്ചത്. അവരെ വെല്ലുവിളിക്കുകയായിരുന്നു, നിങ്ങൾ എന്റെ ശരീരമാകുന്ന ഈ ദേവാലയം നശിപ്പിക്കുമെന്ന്. പക്ഷേ അവരത് വളച്ചൊടിച്ച് ജെറൂസലേം ദേവാലയം ഈശോ നശിപ്പിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോയ്ക്കെതിരെ കള്ള സാക്ഷ്യം, ആരോപണം കൊണ്ടുവരുന്നത്. ഇവിടെ പ്രധാന പുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നുണ്ട്, നീ ദൈവത്തിന്റെ പുത്രനാണോ, വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ മിശിഹായാണോ? ഇതാണ് പ്രധാന പുരോഹിതൻ ചോദിക്കുന്നത്. ദൈവദൂഷണമാണ് ഈശോ പറഞ്ഞിരുന്നത് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, നീ ദൈവത്തിന്റെ പുത്രനാണോ? യഥാർത്ഥത്തിൽ ഈശോയുടെ മാമോദീസയുടെ വേളയിലും രൂപാന്തരീകരണ വേളയിലും എല്ലാം പിതാവായ ദൈവം തന്നെയാണ് വെളിപ്പെടുത്തിയിരുന്നത്. നസ്രായനായ ഈശോ, കന്യകയായ മറിയത്തിൽ നിന്ന് ജനിച്ച ഈ ഈശോ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, നീ വാഴ്ത്തപ്പെട്ടവനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണോ? ഈശോ പറയുന്നു, ഞാൻ ആകുന്നുവെന്ന് ഈശോ പറയുന്നത് ഒരർത്ഥത്തില് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തില് മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം പറഞ്ഞ അതേ വെളിപ്പെടുത്തലിലൂടെ തന്നെയാണ്. ദൈവത്തിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്നത് ഐ ആം, ഞാൻ ആകുന്നു എന്നാണല്ലോ. ആകുന്നവൻ ഞാനാകുന്നു. ദൈവം ആകുന്നവനാണ്, ദൈവം ആണ്, ഗോഡ് ഈസ്. അവൻ എക്സിസ്റ്റ് ചെയ്യുന്നവനാണ്, അവൻ സ്വയംഭൂവാണ്, അവന് ഇന്നലെയില്ല, ഇന്നില്ല, നാളെയില്ല, അവൻ എന്നും ഉള്ളവനാണ്, നിത്യനാണ് എന്നുള്ള ആ സത്യമാണ്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അവനാണ്, എല്ലാറ്റിനും മുൻപുള്ളവൻ അവനാണ്, എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അവനാണ് എന്നുള്ള സത്യമാണ് യഥാർത്ഥത്തിൽ ഈശോ ഈ ഞാൻ ആകുന്നു, ഞാനാണ് എന്ന് പറയുമ്പോൾ. ഒപ്പം ഈശോ കൂട്ടിച്ചേർത്തു, ഞാൻ ദൈവപുത്രനും മിശിഹായുമാണ്, അതോടൊപ്പം തന്നെ മനുഷ്യപുത്രനുമാണ്. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമ്മൾ കാണുന്ന ആ ദൈവത്തിന്റെ പക്കൽ നിന്ന് സർവ്വ അധികാരങ്ങളും പ്രതാപവും എല്ലാം സ്വീകരിക്കാനിരിക്കുന്ന മനുഷ്യപുത്രൻ കൂടിയാണ്. അവൻ വാനമേഘങ്ങളിൽ വരാനിരിക്കുന്നവനാണ്, വിധികർത്താവായി വരുവാനുള്ളവൻ തന്നെയാണ് എന്നുകൂടി ഈ സാൻഹെദ്രിൻ സംഘത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഈശോ ചെയ്യുന്നത്. ഈശോ ഇവിടെ വിചാരണ ചെയ്യപ്പെടുന്നുവെങ്കിലും ഈ വിചാരണ ചെയ്യുന്നവർ തന്നെ വിചാരണ ചെയ്യപ്പെടുന്ന യുഗാന്തത്തെക്കുറിച്ച്, മിശിഹായുടെ 2-ാമത്തെ വരവിനെക്കുറിച്ച് സൂചിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ വരുന്നത് നിങ്ങൾ കാണും എന്ന് ഈശോ ആ സന്ദർഭത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് യഹൂദരെ സംബന്ധിച്ച് ആവശ്യത്തിനുള്ള തെളിവായി. അവർ പറഞ്ഞു, ഇതായ ദൈവദൂഷണം അവൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാന പുരോഹിതൻ തന്റെ വസ്ത്രം വലിച്ചു കീറുകയാണ്. ഇനി നമുക്ക് സാക്ഷികളെ കൊണ്ട് എന്താ ആവശ്യം? നമ്മൾ കേട്ട് കഴിഞ്ഞു ഇവൻ ദൈവദൂഷണം പറയുന്നത്, ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനാണെന്ന് പറയുന്നു. ജനമെല്ലാം അത് സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവർ യഹൂദർ പലസ്തീന റോമാക്കാരുടെ കീഴിലായിരുന്നതുകൊണ്ട് ഇവർക്ക് ആരെയും വധിക്കുവാനുള്ള അവകാശമില്ലായിരുന്നു. റോമാക്കാരുടെ കീഴിലായിരുന്നു ഇവർ. അതുകൊണ്ടാണ് 2-മതൊരു വിചാരണയ്ക്കായിട്ട്, ഒരു രാഷ്ട്രീയ വിചാരണയ്ക്കായിട്ട്, പൊളിറ്റിക്കൽ ട്രയലിനായിട്ട് അന്ന് യൂദയായുടെ അധിപനായിരുന്ന ഗവർണറായിരുന്ന പന്തിയോസ് പിലാത്തോസിന്റെ പക്കലേക്ക് കൊണ്ടുപോകുന്നത്. പന്തിയോസ് പിലാത്തോസിനെ സംബന്ധിച്ച് അറിയേണ്ടിയിരുന്നത് ഒന്നേ ഉള്ളൂ, തന്റെ അധികാരത്തിനും തന്റെ അധികാര കസേരയ്ക്കും ഇവൻ തടസ്സമാകുമോ? അതുകൊണ്ടാണ് പിലാത്തോസ് ചോദിക്കുന്നത്, നീ രാജാവാണോ? നീ യഹൂദരുടെ രാജാവാണോ? അവിടെയും ഈശോ പറയുന്നു, ഞാൻ രാജാവാണ്.
പക്ഷെ നീ വിചാരിക്കുന്ന തരത്തിൽ ഈ ലോകത്തിന്റെ രാജാവല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഈ പറയുന്ന പടയാളികൾ എന്നെ ബന്ധിക്കുന്നതിനൊന്നും അവസരം ഉണ്ടാവുകയില്ലായിരുന്നു എന്നും ഈശോ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പീലാത്തോസ് ഈശോയിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നത് ഈ പീഡാനുഭവ വിവരണത്തിൽ പല ആവർത്തി നമ്മൾ കാണുന്നുണ്ട്. ഇവർ ഈശോയെ കുറിച്ച് പറഞ്ഞിരുന്നത് ഇവൻ അങ്ങ് ഗലീലി മുതൽ ഇങ്ങ് വരെ യൂദയ വരെ ജനത്തെ വഴിതെറ്റിക്കുന്നുവെന്നാണ്. അപ്പോൾ ഗലീലി മുതലെന്ന് കേട്ടപ്പോൾ പീലാത്തോസിന് സന്തോഷമായി. കാരണം തന്റെ അധികാരപരിധിയിൽപ്പെടുന്നവനല്ലോ, ഗലീലിക്കാരനാണെന്ന് കേൾക്കുമ്പോൾ ഗലീലിയുടെ അധികാരിയായിരുന്ന അക്കാലത്ത് പെസഹാ തിരുനാളിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഓർസലമിൽ വന്ന് താമസിച്ചിരുന്ന ഹെറോദിന്റെ പക്കലേക്ക് പറഞ്ഞു വിടുകയാണ്. ഹെറോദ് ആയിരുന്നല്ലോ യൂദയായുടെ അധികാരി, രാജാവ് ഹെറോദ് ആയിരുന്നു. അപ്പോൾ ഈ ഹെറോദിന്റെ പക്കലേക്ക് പറഞ്ഞു വിടുന്നു. ഹെറോദും ഈശോയെ ഒന്ന് കാണുവാനും ഈശോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും ഈശോ അവന്റെ മുമ്പിൽ നിശബ്ദനായിരുന്നു. തെറ്റൊന്നും കാണാതിരുന്നതിനാൽ തിരിച്ച് വിടുകയാണ് ഈ പീലാത്തോസിന്റെ പക്കലേക്ക്. അതേക്കുറിച്ച് സുവിശേഷന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതുവരെ ശത്രുതയിലായിരുന്ന ഇവര് പീലാത്തോസും ഹെറോദോസും സൗഹൃദത്തിലായി എന്ന്. ഈശോയുടെ മരണം എപ്രകാരമാണ് ഭിന്നിച്ചു നിന്നിരുന്ന ഇരുകൂട്ടരെ ഒന്നിപ്പിക്കുന്നത്? ഈശോയുടെ മരണം അനുരഞ്ജനത്തിന് വേണ്ടിയായിരുന്നു. മനുഷ്യവർഗത്തെ തമ്മിൽ ദൈവവുമായിട്ട് അനുരഞ്ജിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ള ആ സത്യം വ്യക്തമാക്കുന്നതാണ് ഇവിടെ ഈശോയുടെ ഈ നിഷ്കളങ്കത ഏറ്റുപറയുന്ന ഹെറോദിന്റെയും പീലാത്തോസിന്റെയും ആ പ്രസ്താവനകളിൽ അവർ തമ്മിലുള്ള ആ ബന്ധത്തിൽ സൗഹൃദം പുനഃസ്ഥാപിക്കപ്പെടുന്നതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പീലാത്തോസ് ഈശോയെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. പടയാളികൾ ഈശോയെ പരിഹസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മുഖം മൂടിക്കെട്ടി, കണ്ണ് മൂടിക്കെട്ടി, നീ ആരാണെന്ന്, നിന്റെ പ്രഹരിച്ചത് ആരാണെന്ന് പ്രവചിക്കുക എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോയെ അവർ അന്ധനാക്കി എന്നായിരുന്നല്ലോ അവരുടെ ചിന്ത. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ തന്നെയാണ് യഥാർത്ഥത്തിൽ അന്ധരാക്കപ്പെടുന്നത്. ഈശോ ആരാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കാത്ത യഥാർത്ഥ അന്ധകർ ഇവർ തന്നെയായിരുന്നു. പീലാത്തോസിന്റെ വിചാരണയുടെ വേളയിൽ പീലാത്തോസ് ഈശോയെ വിട്ടുകൊടുക്കാൻ വളരെ പ്രാവശ്യം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ അവരുടെ രീതി അനുസരിച്ച് പെസഹാ തിരുനാളിനോടനുബന്ധിച്ച് ഒരു കുറ്റവാളിയെ വെറുതെ വിടുന്ന രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈശോയെ വിട്ടുകൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത്, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന വലിയ ലഹളയുടെ കാരണക്കാരനായിരുന്ന ബറാബാസിനെ വിടണമോ അതോ ഈശോയെ വിട്ടുതരണമോ എന്ന്. അവിടെ ആ പേര് ബറാബാസ്, ബാർ അബ്ബ എന്ന് പറഞ്ഞാൽ, ബാർ എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നാണ് അർത്ഥം ഹീബ്രു ഭാഷയിൽ. അബ്ബ പിതാവാണ്, പിതാവിന്റെ പുത്രൻ ബാർ അബ്ബ. ഈശോയാണ് യഥാർത്ഥത്തിൽ പിതാവായ ദൈവത്തിന്റെ പുത്രൻ, നസറായനായ ഈശോയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ യഹൂദരുടെ മുൻപിൽ, ജനത്തിന്റെ മുൻപിൽ വയ്ക്കപ്പെട്ട പീലാത്തോസ് വെച്ച് ഒരു ജനം തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് യഥാർത്ഥ ദൈവത്തിന്റെ പുത്രനായ ബാർ അബ്ബ ആയ ഈശോയെയാണോ, അല്ലെങ്കിൽ ബാറാബ എന്ന് പേരുണ്ടായിരുന്ന ഈ വിപ്ലവകാരിയെയാണോ എന്നുള്ളതായിരുന്നു. ജനം നിർഭാഗ്യവശാൽ തിരഞ്ഞെടുത്തത് ഈ വിപ്ലവകാരിയായ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന ഈ ബറാബാസിനെയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ബറാബാസിന് പോലും ഈശോയുടെ ഈ ഈശോ ബന്ധിക്കപ്പെടുന്നത് അനുഗ്രഹമായി മാറി. അതുകൊണ്ട് അദ്ദേഹവും പിന്നീട് മാനസാന്തരപ്പെട്ടു എന്നൊക്കെയാണ് പാരമ്പര്യം സാക്ഷിക്കുന്നത്. പീലാത്തോസ് കൈ കഴുകുന്നത് എനിക്ക് നീതിമാന്റെ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുമ്പോൾ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. തന്റെ കസേര സുരക്ഷിതമാക്കുവാൻ വേണ്ടി ഈശോ നിഷ്കളങ്കനാണ്, നിരപരാധിയാണ്, നീതിമാനാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അവിടുത്തെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ തന്റെ അധികാര കസേരയ്ക്ക് ഇളക്കം തട്ടാതിരിക്കുവാൻ വേണ്ടി ഏത് സത്യത്തെയും മറച്ചു വയ്ക്കുവാനും തമസ്കരിക്കുവാനുമുള്ള ആ ഒരു പ്രവണത അതും ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുതന്നെയാണ് നമുക്ക് പീലാത്തോസിന്റെ പ്രവൃത്തിയിൽ കാണുന്നത്. അതുകൊണ്ട് ആ ഹസ്തക്ഷാളനം യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുപോക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്ന കുരിശുമായിട്ട് പരിഹാസ രാജാവായിട്ട് അവരെ പടയാളികൾ അവരോധിച്ചു. കുരിശുമായിട്ട് പോകുമ്പോൾ ഭാഗ്യം ചെയ്ത കൗറിയൻകാരൻ ഷെമയോനെ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ കുരിശ് വഹിക്കുന്നതിന് പടയാളികൾ അവനെ നിർബന്ധിച്ചതാണെങ്കിലും ഈശോയുടെ കുരിശ് താങ്ങുന്നതിന് ഭാഗ്യം ലഭിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടാണ് സഭാപിതാക്കന്മാർ വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ കുരിശുകൾ നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണോടെ സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോയുടെ ഈ കുരിശ് തന്നെയാണ് നമ്മളും വഹിക്കുന്നതും ആ കുരിശിന്റെ വഴിയാണ് നമ്മളും പോകുന്നതും. ഈശോ കുരിശിൽ മരിക്കുമ്പോൾ
പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന, ആ ശത്രുക്കളോട്, തന്നെ ദ്രോഹിച്ചവരോടും തന്നെ കുരിശിലേറ്റിയവരോടും ക്ഷമിച്ചുകൊണ്ട് പിതാവിൻ്റെ കരങ്ങളിലേക്ക് സ്വന്തം ജീവൻ സമർപ്പിക്കുന്ന പുത്രനെയാണ് നമ്മൾ കാണുന്നത്. ഈശോയുടെ ജീവിതം മുഴുവനും പിതാവായ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു. അവിടുത്തെ ഹിതം ആരായുവാൻ വേണ്ടിയായിരുന്നു അവിടുന്ന് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിരുന്നത്. ഈ പിതാവിൻ്റെ കരങ്ങളിലേക്ക് പിതാവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു, എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ഞാനിതാ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറയുകയായിരുന്നു. എപ്രകാരമാണ് ശത്രുക്കളോട് ക്ഷമിക്കേണ്ടതെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചത് കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ അപരാധം, തെറ്റുകൾ ഇവർക്കെതിരെ പരിഗണിക്കരുത് എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്ന് ഈശോ പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ദാഹമാണത്. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹമായിരുന്നു അത്. അത് മനസ്സിലാക്കുവാൻ ചുറ്റും താഴെ നിന്നിരുന്നവർക്ക് മനസ്സിലായില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഈശോ തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുമ്പോൾ ഈശോയുടെ മരണം ഉറപ്പുവരുത്തുവാൻ വേണ്ടി അവിടെ നിന്നിരുന്ന ശതാധിപനാണ് വിളിച്ചു പറയുന്നത്, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നുവെന്ന്. ഈശോയുടെ മരണം നടപ്പിലാക്കുവാൻ വേണ്ടി അവിടെ നിന്നിരുന്ന ഈ ശതാധിപൻ, റോമൻ സൈന്യാധിപനാണ് പറയുന്നത്, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നുവെന്ന്. യഥാർത്ഥത്തിൽ സുവിശേഷത്തിലെ ആരംഭം മുതൽ, മാമോദിസയുടെ വേള മുതൽ, രൂപാന്തരീകരണ വേളയിലും പിന്നീട് ഈശോയുടെ പ്രവർത്തനങ്ങളിലും എല്ലാം തെളിയിക്കപ്പെട്ടിരുന്നത് ഈശോയുടെ ഈ ദൈവപുത്രത്വമാണ്. അതിൻ്റെ പാരമ്യത്തിൽ എത്തുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. സുവിശേഷ വിവരണം അതിൻ്റെ പാരമ്യത്തിൽ എത്തുകയാണ്. ഈശോ ദൈവപുത്രനാണ് എന്നുള്ള സത്യം വിജാതീയനായ ഈ ശതാധിപൻ ഏറ്റു പറയുന്നു. സഭാപിതാക്കന്മാർ പറയും, ഈ സമയത്താണ് ഈശോയുടെ മരണവേളയിൽ ദേവാലയത്തിന്റെ തിരശ്ശീല രണ്ടായി കീറി. ഈ രണ്ടായി കീറിയത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രധാന പുരോഹിതൻ വർഷത്തിലൊരിക്കൽ പ്രവേശിച്ചിരുന്നത് പോലെ മിശിഹായും തൻ്റെ ജനം മുഴുവൻ്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിന് വേണ്ടി ഏകവും നിത്യവുമായി ബലിയർപ്പിക്കാൻ ആ ഹോളി ഓഫ് ഹോളീസിലേക്ക് പ്രവേശിക്കുന്നത് സൂചിപ്പിക്കുകയാണെന്നാണ്. അപ്പോൾ ആ ഹോളി ഓഫ് ഹോളീസിലേക്ക് തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പ്രവേശനം നൽകുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് ഈ മധുബഹയെ, ഹോളി ഓഫ് ഹോളീസിനെ ജനത്തിൽ നിന്ന് വേർതിരിച്ചിരുന്ന ആ തിരശ്ശീല കീറുന്നത്. അപ്പോൾ ഈ തിരശ്ശീലയിലൂടെ ഇപ്രകാരം വിഭജിക്കപ്പെട്ട കീറിയ തിരശ്ശീലയിലൂടെ ആദ്യമായി അകത്ത് കയറുന്നത് ഈ ശതാധിപനാണ് എന്ന് സഭാപിതാക്കന്മാർ പറയും. വിജാതീയർക്ക് വേണ്ടി കൂടി, വിജാതീയർക്ക് കൂടി ദൈവാരാധനയിൽ പങ്കുചേരുന്നതിന്, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതിനുള്ള സാധ്യത ഈശോയുടെ മരണമാണ് ഉറപ്പുവരുത്തിയത്. അപ്പോൾ വിജാതീയർക്ക്, യഹൂദർക്ക് മാത്രമല്ല വിജാതീയർക്ക് കൂടി ഉള്ളതാണ് ഈശോയുടെ മരണത്തിലൂടെ ലഭിക്കുന്ന രക്ഷ എന്നുള്ളത് വ്യക്തമാക്കുകയാണ് ഈ സംഭവം. ഈ ശതാധിപന്റെ ഈ വിശ്വാസ പ്രഖ്യാപനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെയും ദേവാലയങ്ങളിലുള്ള ഈ തിരശ്ശീല കീറി തന്നെയാണ് കിടക്കുന്നത്. ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യപ്പെടുമ്പോഴാണ് അത് രണ്ടു വശങ്ങളിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ ദേവാലയത്തിൽ തിരശ്ശീല ഉണ്ടാകണം, കാരണം അതവിടെ ഉണ്ടായിരുന്നു. അത് ഈശോയുടെ മരണത്തിലൂടെയാണ് വിഭജിതമായത്, കീറിയത് എന്നുള്ളത് കാണിക്കുവാൻ വേണ്ടി അത് അവിടെ ഉണ്ടാകുക തന്നെ ചെയ്യണം. ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മ സമയത്താണ് ആ തിരശ്ശീല, ഈ വിരി അവിടുന്ന് രണ്ടു വശങ്ങളിലേക്ക് മാറ്റുന്നതും ഈശോയുടെ മരണത്തിലൂടെ നടന്ന ആ ദിവ്യരഹസ്യത്തെ നമ്മെ അനുസ്മരിപ്പിക്കുന്നതുമെല്ലാം. ഈ നല്ല കള്ളന് ഈശോയുടെ രണ്ടുപേരുടെ മധ്യയാണല്ലോ. ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നത് കുറ്റവാളികളുടെ മധ്യയാണ്. അവൻ കുറ്റവാളിയായിട്ട് പരിഗണിക്കപ്പെടുകയാണ്, പാപമൊന്നുമില്ലാതിരുന്നവനാണെങ്കിലും. ഈശോയുടെ മാമോദിസയുടെ വേളയിൽ പാപമില്ലാതിരുന്ന അവിടുന്ന് പാപികളെ പോലെ മാമോദിസ സ്വീകരിക്കുവാൻ യോഹന്നാന്റെ പക്കൽ നിന്നുവെങ്കിൽ, അവിടെ പോയി വിനീതനായി എങ്കിൽ ഇവിടെയും ഇതായത് കുരിശിൽ കിടക്കുമ്പോഴും കുറ്റവാളികളുടെ കൂടെ ഈശോയും മരണപ്പെടുകയാണ്. പക്ഷേ അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുറ്റവാളി ഈശോയെ പരിഹസിച്ച് സംസാരിക്കുമ്പോഴും തൻ്റെ തെറ്റിനെക്കുറിച്ച് മനസ്തപിച്ച, താൻ അർഹിക്കുന്നതാണ് ഈ ശിക്ഷയെന്ന് മനസ്സിലാക്കുന്ന ആ നല്ല കള്ളൻ യഥാർത്ഥത്തിൽ അവസാന നിമിഷം സ്വർഗവും മോഷ്ടിച്ചു എന്നാണ് സഭാപിതാക്കന്മാർ പറയുക. എന്തായിരുന്നു അവന് ലഭിച്ച ഭാഗ്യം? അവൻ തൻ്റെ തെറ്റിനെക്കുറിച്ച് അനുസരിക്കുവാൻ തയ്യാറായപ്പോഴെന്ന് പറയുകയാണ്. ഈശോ പറയുന്നു, ഇന്ന് നീ എന്നോട് പറുദീസായിലായിരിക്കും. ഈശോ യഥാർത്ഥത്തിൽ തന്റെ സഹനത്തിലൂടെയും മരണത്തിലൂടെയും പിതാവിന്റെ പക്കലേക്ക്, പറുദീസായിലേക്ക്, ആ ഉദ്യാനത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് കടന്നു പോവുകയായിരുന്നു. അനുതപിക്കുന്ന, തന്റെ തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിക്കുന്ന പാപിക്കും സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ട്. അത് സാധ്യമാക്കുകയാണ് ഈശോയുടെ മരണം ചെയ്തിരിക്കുന്നത് എന്ന് ഈ നല്ല കള്ളന് ഈശോ വാഗ്ദാനം ചെയ്യുന്ന ആ രക്ഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്രകാരം ഈശോയുടെ പീഡാസഹനവും മരണവും അനുസ്മരിക്കുന്ന, ധ്യാനിക്കുന്ന ഈ ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും വേദനകളും കുരിശുകളും രോഗങ്ങളും അവസാനം മരണവും ദൈവത്തിൻ്റെ ഹിതത്തിന് അനുസൃതമായി
ദൈവത്തിൻ്റെ പദ്ധതിക്ക് സമർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ സഹനത്തെയും നമുക്ക് രക്ഷാകരമാക്കുവാൻ സാധിക്കും. അതിന് നമ്മുടെ ഈ പെസഹ വെള്ളി ആഴ്ച ദിവസം പീഡാനുഭവ വെള്ളിയുടെ ആഘോഷവും അനുസ്മരണവുമെല്ലാം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.